ഒരച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം, ജീവിതത്തിൻ്റെ സുഖം വർദ്ധിപ്പിക്കണം. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നത് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ കടക്കുന്നത് പഞ്ചമസ്കന്ധത്തിലേക്കാണ്. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പിതൃപദേശം എന്ന് പറയും, ഒരച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. അപ്പം കഥ ഞാൻ പറയാം. നേരത്തെ ആദ്യം 3-ാം സ്കന്ധത്തിലേക്ക് പോകണം. സ്വയംഭൂമനു ശതരൂപാദേവി, അവിടെ നിന്നാണല്ലോ തുടക്കം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്വയംഭൂമനുവും ശതരൂപാദേവിയും കല്യാണം കഴിഞ്ഞ് താമസിക്കാൻ ഭൂമിയെ കണ്ടില്ല എന്നൊക്കെയുള്ള കഥ പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? പിന്നെ അവർ കല്യാണം കഴിച്ചു, 5 മക്കളുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. 3 പെൺകുട്ടികളും 2 ആണുങ്ങൾ. ഒരു ആൺകുട്ടിയായിരുന്നു ഉത്താനപാതൻ, അയാളുടെ കാര്യം ഇന്നലെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തതാണ് പ്രിയവ്രതൻ എന്ന് പറയും. ആരാണ് ഈ പ്രിയവ്രതൻ്റെ വംശത്തെയാണ് 5-ാം സ്കന്ധത്തിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുത്രനായിട്ട് അഗ്നീന്ദ്രൻ്റെ പുത്രനായിരുന്നു ഋഷഭദേവൻ. ഭാരതത്തിൽ ഭരിച്ച ചക്രവർത്തിമാരിൽ വളരെ ഒരു പ്രഗത്ഭനായ മഹത് വ്യക്തിത്വമായിരുന്നു ഋഷഭദേവൻ. വളരെയധികം ആത്മീയത ഉൾക്കൊണ്ട, ആത്മീയതയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരു രാജ്യം ഭരിച്ച ആളായിരുന്നു ഋഷഭദേവൻ. ഈ ഋഷഭദേവൻ്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കാണ് ഈ നാടിന് ഭാരതമെന്ന ഒരു അന്നത്തെ പേര് ഭാരതദേശമെന്നും ഭാരതഖണ്ഡം എന്നായിരുന്നു. എന്താണ് ഭാരതഖണ്ഡം? അതാണ് പിൽക്കാലത്ത് ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും പൂജ ഭാരതഖണ്ഡേ എന്നുള്ള വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ ശ്രാദ്ധമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മന്ത്രം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭാരതഖണ്ഡേ കലിയുഗേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മന്ത്രം തുടങ്ങുന്നത്. അപ്പോൾ ഭാരതഖണ്ഡം എന്ന പേരിൽ ഈ രാജ്യത്തിന് പേര് വന്നത് ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം ഭരതൻ്റെ അച്ഛനായിരുന്നു ആര്? ഋഷഭദേവൻ. ആരാണ് ഈ ഋഷഭദേവൻ? മക്കളെ മോൾഡ് ചെയ്തെടുക്കുക, അവർക്ക് കൊടുത്ത കൗൺസിലിംഗ് ആണ് പഞ്ചമസ്കന്ധത്തിൽ 5-മോധ്യായത്തിലുള്ളത്. ഗംഭീരമാണ്. ഒരു കുട്ടികൾക്ക് എന്ത് ഗൈഡൻസാണ് കൊടുക്കേണ്ടതെന്ന് ഈ പഞ്ചമസ്കന്ധത്തിൽ 5-മോധ്യായത്തിൽ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നത് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചൊന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പല പ്രലോഭനങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പല സൈലൻ്റ് പ്രേമങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കുറേ കഴിഞ്ഞ് പിന്നീട് ദുഃഖിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒരു ലൈഫ് അവെയർനെസ് ഇത് കൊടുത്ത മഹാനാണ്, പിതാവാണ് ആര്? ഋഷഭദേവൻ. പലപ്പോഴും രക്ഷിതാക്കളുണ്ടല്ലോ, കുഞ്ഞുങ്ങളായാൽ അതിനെക്കുറിച്ച് ചീത്ത നോക്കും, എന്തൊരു കഷ്ടം ഈ കുട്ടികളെ ട്യൂഷനും സ്കൂളിലും അല്ലാതെ എന്താ ഒരു അറിവ് കുട്ടികൾക്കുണ്ടോ? അപ്പം അത് സൊസൈറ്റിയിൽ നിന്ന് വേണ്ടാത്തതൊക്കെ കേട്ടും പഠിച്ചും വളരുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ കുട്ടികൾ ഇന്ന് ബ്രെയിൻ വാഷ്ഡാണ്, അവർക്കറിയില്ല എന്താ കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ ബ്രെയിൻ വാഷ്ഡാണ് അത്രയും കാര്യം. അപ്പം നിങ്ങളെ ഒരു മാർക്കറ്റിംഗ് ഒരാൾ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾ വീഴുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞിട്ട് വീണ് പോയ ആൾക്കാരല്ലേ കേരളത്തിൽ പകുതി എണ്ണം. ഇന്നിപ്പം അതിൻ്റെ പിന്നാലെ പകുതിയില്ല, സ്കൂട്ടറും ഇല്ലാത്തൊരവസ്ഥ കാണുന്നില്ലേ നിങ്ങൾ പത്രത്തിൽ? ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ തരത്തിൽ കുറേ പൊട്ടന്മാരായിട്ട് മനുഷ്യന്മാർ എന്തെങ്കിലും കിട്ടുന്നതല്ലേ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആർത്തി പൂണ്ട്, പക്ഷേ കയ്യിലുള്ളതും കൂടെ. ഇതിനെക്കുറിച്ചൊരു തമാശ പറയും. ഒരിക്കലും ഇങ്ങനെ ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താഴെ 500-ൻ്റെ 2 നോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ആരുടെയോ കയ്യിൽ നിന്ന് വീണതാണ്, പോക്കറ്റിൽ നിന്ന് വീണതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനത് കള്ളത്തരം, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആർത്തി, കാലിൻ്റെ വിരൽ കൊണ്ട് അതിനെ എടുത്തിട്ട് പതുക്കെ കയ്യിലെടുത്തപ്പം തൊട്ടടുത്ത നിൽക്കുന്ന ആളൊരു തട്ട് കെട്ടിയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു എന്ന്. ഞാൻ കണ്ടക്ടറോട് പറയുന്നത്. അപ്പോൾ ഈ എടുത്തവൻ പറയാം 50-50 എന്ന്. കട്ടതിൻ്റെ പകുതി നിനക്ക് തരാം. അവനൊരു 500 കിട്ടി. എന്നിട്ട് അവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ 1000 പോയത്.
സ്വന്തം പോക്കറ്റിലെ 1000 രൂപ താഴെ പോയിട്ട് അത് കള്ളനെ പോലെ എടുത്ത് അതിൽ 500 കൊടുക്കേണ്ട ഒരുത്തൻ്റെ ഗതികേട് പോലെയാണ്. ഈ സ്കൂട്ടറും ഇല്ല, കൊടുത്ത പൈസയില്ല. ഇപ്പോൾ ആ റോട്ടിൽ കൂടെ തെക്കും വടക്കും, മനസ്സിലായില്ലേ? അപ്പോൾ പോട്ടെ, വിഷയം വിടും. അപ്പോൾ ഇവിടെ ഋഷഭദേവൻ മക്കളെ ഗൈഡ് ചെയ്യാണ്. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒന്ന് തുടങ്ങാം നമുക്ക്. ജസ്റ്റ് സമയം പോയി, വായിക്കാനോട്ട് സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് തുടങ്ങി വയ്ക്കാം നമുക്ക്. 5-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായം. നായം ദേഹോ ദേഹപാജം ദ്രലോകേ കഷ്ടാൻ കാമാൻ നർക്കതേ വിഡ്ഭുജം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേതസ്മൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം മഹത്സേവാദ്വാരമാകുർവിമുക്തേ തമോദ്വാരം യൂഷിതം സംഖ്യസംഘം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവസുഗത സാധവോയേ. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് എടുക്കുന്നത്, സമയത്തിൻ്റെ കുറവ് കൊണ്ട്. പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസദാത്മതത്വം യാവത് ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധം തുടങ്ങിയിട്ടുള്ള വരികളുണ്ട്. എന്താ പറയുന്നത്? ആദ്യം തന്നെ പറയുന്നത്, കുട്ടികളെ, ജീവിതം മുന്നോട്ട് പോകും തോറും അനന്തം സുഖം, ബ്രഹ്മസുഖം ഉള്ളതാക്കി മാറ്റണം. ജീവിതത്തിൻ്റെ സുഖം വർദ്ധിപ്പിക്കണം. ജീവിതത്തിൻ്റെ സുഖം, നമുക്കറിയാം, മുന്നോട്ട് പോകുന്നവർ സുഖമല്ല വർദ്ധിക്കുന്നത്. ടെൻഷനും സ്ട്രെസ്സും വളരെ ഹെൽത്ത് ഇഷ്യൂസും അതും ഇതൊക്കെയാണ്. ആണോ അല്ലയോ? ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചത്, പോയി വായിച്ചത് നമ്മുടെ ഇപ്പം ഇതിൻ്റെ പ്രീവിയസ് മറ്റേ നമ്മുടെ ചെയർമാൻ ആരാണ്? ശ്രീ സോമനാഥ്ജി, നമ്മുടെ ISRO ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണായിരുന്നു. അപ്പം അതിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ക്യാൻസർ ചികിത്സയിലൂടെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഒരു ലോഞ്ചിങ് സമയത്ത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോയി എന്നാണ് ഹെൽത്തിൽ. പക്ഷേ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് അദ്ദേഹം, ഡോക്ടർ ഒട്ടും പറഞ്ഞു പോകരുത്, ഇത്തിരി പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് യാത്ര ചെയ്യരുതെന്ന്. പക്ഷേ ഞാനത് വകവെച്ചില്ല. കാരണം രാഷ്ട്രത്തിൻ്റെ ഒരു അഭിമാനമായ ലോഞ്ചിങ് നടക്കുകയാണ്, അതിലവിടെ പോയേ പറ്റുള്ളൂ എന്നുള്ള മനോബലത്തിൽ ഞാൻ പോയി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വശത്ത് ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും വേറൊരു വശത്ത് മനോബലം എന്ന ട്രീറ്റ്മെൻറ്റ് നടത്താൻ മറക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ടോക്കിൽ അദ്ദേഹം പറയുന്നത്. ആ മനോബലത്തിന് ഈ രോഗത്തെ അതിവർത്തിക്കാനുള്ള വലിയൊരു ശക്തി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ മനോബലം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പം ഇവിടെയാണ് പറയുന്നത്, ഈ മനോബലം, മനസ്സിൻ്റെ സുഖം കുട്ടികളെ വർദ്ധിപ്പിക്കണം. പറയുന്നത് എന്താണ്? ബ്രഹ്മസൗഖ്യം അനന്തം. മുന്നോട്ട് പോകുന്തോറും ജീവിതത്തെ സൗഖ്യമുള്ളതാക്കണം. എന്താണ് സൗഖ്യം? അപ്പം അതിനറിയണം എന്താണ് സൗഖ്യം ഉണ്ടാവണമെങ്കിൽ. മഹത്സേവാദ്വാരം, അതിനാണ് നമ്മൾ സത്സംഗവും സാധനയും വേണ്ടത്. അപ്പം ഇവിടെ ഈ മഹത്സേവ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മഹത്സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്സംഗം. എന്താണ് ഈ സത്സംഗം? അറിവ് നേട്. എന്താണ് അറിവ്? ജീവിതം എന്ന് പറയുന്നത് മനസ്സാണ് ജീവിതം, മനസ്സുകൊണ്ടാണ് ജീവിതം, മനസ്സിലൂടെയാണ് ജീവിതം. മനസ്സില്ലെങ്കിൽ എന്തില്ല? ജീവിതമില്ല. അപ്പം മൈൻഡ് ഈസ് ലൈഫ് നമ്മൾ പഠിക്കണം. മനസ്സാണ് ജീവിതം. അതുകൊണ്ട് മനസ്സ് പോസിറ്റീവായാൽ മാത്രമേ, സ്ട്രോങ് ആയാൽ മാത്രമേ ജീവിതവും സ്ട്രോങ് ആവുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങനെയല്ല കരുതുന്നത്. നമ്മൾ വിചാരിക്കുന്നത് സൗകര്യങ്ങൾ കൂടുക, സമ്പത്ത് കൂടുക, അതൊക്കെയാണ് മനുഷ്യൻ ജീവിതത്തിന് അടിസ്ഥാനമായിട്ട് നോക്കുന്നത്. അതല്ലേ കുറേ ആളുകൾ സ്വർണം കടത്താനൊക്കെ പോയത്, അല്ലേ? എത്ര കടത്തിയിട്ട് കുറേ ആൾക്കാർ കടത്തിയവരൊന്നും അഡ്രസ്സേ ഇല്ല. നിങ്ങളൊന്ന് പഠനം നടത്തി നോക്കൂ. ഈ കേരളത്തിൽ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ കേൾക്കാറുണ്ട്, നാളെ കാലത്ത് 10 മണിക്ക്, നാളെ കാലത്ത് 10 മണിക്ക്, നാളെ കാലത്ത് 10 മണിക്ക് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ പരീക്ഷിക്കൂ, നിങ്ങളിൽ ആരാണ് ഭാഗ്യവാൻ എന്നൊക്കെ കേൾക്കാറില്ലേ? ഇങ്ങനെയൊക്കെയുള്ള അഡ്വർടൈസ്മെൻറ്റ് കേട്ടിട്ടില്ലേ?
അപ്പോൾ എത്ര ആഴ്ച ഈ 10 മണിക്ക് എത്ര ആൾക്കാർ ഭാഗ്യവാന്മാരായിട്ടുണ്ടാവണം? വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഒരു 100 കണക്കിന് ആൾക്കാരുണ്ടാവണ്ടേ? ഉണ്ടാവുമോ? എല്ലാ ആഴ്ചയിലും നാളെ 10 മണിക്ക്, നാളെ 10 മണിക്ക്, നാളെ 10 മണിക്കല്ലേ? ആണോ? കോടീശ്വരന്മാരുണ്ടാവണ്ടേ? ഉണ്ടാവണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? വെറുതെ കിട്ടുന്ന പണം. പക്ഷേ ഇതിൻ്റെ ഒരു പഠനം പറയുന്നത് 1% പോലും ലോട്ടറി അടിച്ചത് നന്നായിട്ടില്ല. 1% പോലും. കാരണം ഇവൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെങ്കിലും അന്യാധീനമായി പോയിട്ടുണ്ടാവും. ഒരു വാസ്തവം, അർഹിക്കാത്തതൊന്നും കയ്യിൽ നിൽക്കില്ല. സത്യമല്ലേ ഇത്? അർഹിക്കാത്തതൊന്നും എന്താ മിണ്ടാത്തത്? നിങ്ങൾ കയ്യിൽ നിൽക്കില്ല. അർഹിക്കാത്തത് കയ്യിൽ നിൽക്കില്ല. മനസ്സിലായി? ഇനിയിപ്പോൾ കയ്യിലത് നിന്നാൽ പോലും അത് നിലനിർത്താൻ പറയൂ ബുദ്ധിമുട്ടാണ്. എത്ര സ്വർണം കടത്തി, മുഖ്യമന്ത്രിയെ പോലും കൂട്ടുപിടിച്ചിട്ട് കടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ സ്വർണവുമില്ല, ഒന്നുമില്ല. ആണോ? പത്രത്തിലൊക്കെ വളരെ ഗംഭീര വാർത്തകളായിരുന്നില്ലേ? പുട്ടും കുറ്റിയുടെ ഉള്ളിൽ കൂടെ കടത്തണു, പിന്നെ എന്താണ് കോൺസുലേറ്റ് വഴി കടത്തുന്നു, പല രീതിയിൽ കടത്തണു, എന്താ കുക്കറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തണു. കടത്തി എന്തൊക്കെ സാധനങ്ങളിലോട് കൂടെ കടത്തിയത്. ശരീരത്തിൽ കടത്തുന്നത് വേറെ കാര്യം, അത് വേറൊരു ഭാഗം. ഇതൊക്കെ കടത്തിയവരൊക്കെ ഇപ്പോൾ എവിടെ ഉണ്ട്? അപ്പം അർഹിക്കാത്തതൊന്നും അവർക്ക് പറയൂ കയ്യിൽ നിൽക്കില്ല, പ്രയോജനപ്പെടില്ല. അപ്പം ഏറ്റവും വലിയ സമ്പത്ത് തൻ്റെ തന്നെ മനസ്സാണ്. പോസിറ്റീവ് മൈൻഡ് ഈസ് ദ ഹയസ്റ്റ് വെൽത്ത് ഇൻ മൈ ലൈഫ് എന്ന് പഠിക്കുന്നത്. എ ഡിവൈൻ മൈൻഡ്, ഒരു ബ്ലെസ്ഡ് മൈൻഡ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് വെൽത്ത് ഇൻ ദിസ് വേൾഡ്. മൈൻഡിനേക്കാളും സമ്പത്തുള്ളത് വേറൊന്നും ഇല്ല. കാരണം നല്ല മനസ്സുണ്ടെങ്കിലേ നല്ല ജീവിതമുള്ളൂ. നല്ല മനസ്സില്ലെങ്കിൽ ഏതും ഇല്ല, ജീവിതമില്ല. അപ്പം ഞാൻ പ്രഷ്യസ് ആക്കാൻ നോക്കേണ്ടത് ഏതിനെയാണ്? ഡിവൈൻ ആക്കാൻ നോക്കേണ്ടത് ഏതിനെയാണ്? അതാണ് കുട്ടികളോട് മഹസ്സേവാദ്വാരമാകൂ. മനസ്സെത്ര കണ്ട് സ്ട്രോങ് ആവുന്നുണ്ടോ, മൈൻഡ് എത്ര കണ്ട് പ്യൂരിഫൈ ചെയ്യുന്നുണ്ടോ, മൈൻഡ് എത്ര കണ്ട് ഡിവൈൻ ആകുന്നുണ്ടോ, ജീവിതവും അത്രയും ബ്ലെസ്ഡാണ്. നിങ്ങൾക്ക് ജീവിതം നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇംപ്രൂവ് യുവർ മൈൻഡ്. ജീവിതം കുറേയും കൂടി നിങ്ങൾക്ക് സന്തോഷമുള്ളതാക്കണമെന്നുണ്ടോ? മേക്ക് യുവർ മൈൻഡ് സ്ട്രോങ്ങർ. വേറെ വഴിയില്ല. ബാക്കി എന്ത് എൻവയറമെൻറ്റ് തന്നാലും, എന്ത് സൗകര്യം തന്നാലും, അസ്വസ്ഥമായ മനസ്സിന് ജീവിതം ആസ്വദിക്കാൻ പറയൂ സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സത്യസന്ധമായി നോക്കൂ, സ്വയം നോക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുന്നതാണ്. പഴയ കാലത്ത് ചാണകം മെഴുകിയ തറകൾ വീട്ടിലുണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള വീടുകൾ താമസിച്ചവരുണ്ട് അവിടെ. ചാണകം മെഴുകി ഇല്ലേ? പഴയ കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, ഒരുപാട് ടോയ്ലറ്റിൽ 1/2 കിലോമീറ്റർ പോകണം, ഒന്നും അറ്റാച്ച്ഡും ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമാരാണെങ്കിൽ പ്രസവിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലേ? ആണുങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ എല്ലാ വർഷവും ഒരു 10-12 കുട്ടികൾ, ഒരു 5-6 കുട്ടികൾ മിനിമം ഉണ്ടാവില്ല ഈ വീടുകളിൽ. ഉണ്ടാവില്ലയോ? ദാരിദ്ര്യം കഴിക്കാനുണ്ടെങ്കിലും പ്രസവത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അന്ന് സമ്പന്നരായിരുന്നു അവരൊക്കെ പ്രസവത്തിൽ. അല്ല, കാലം അങ്ങനെയായിരുന്നു പഴയ കാലം അല്ലേ? ആണോ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച സ്നേഹവും സന്തോഷവും സൗഹൃദവും ഇന്ന് നോക്കൂ. എല്ലാം അറ്റാച്ച്ഡ് റൂമുണ്ട്, നല്ല ഫ്ലോറിംഗ് ഉണ്ട്, നല്ല ഒരിക്കലും മടക്കി വെക്കേണ്ടതില്ലാത്ത കിടക്കുണ്ട്. ഡൺലപ്പ് അങ്ങോട്ട് കിടന്നാൽ മതി. ഈ സാധനങ്ങൾ സോഫ്റ്റ് ബെഡുണ്ട്, മനസ്സിലായില്ലേ? മേലൊന്നും കുത്തി തറക്കില്ല. എന്നാൽ ഉറക്കത്തിൻ്റെ പൊട്ടി കിട്ടണില്ലല്ലോ. അന്ന് എവിടെ കിടന്നാലും ഉറങ്ങുമായിരുന്നു. അന്ന് വയറിന് അസുഖം കുറവായിരുന്നു. ഇന്ന് മനുഷ്യന് സൗകര്യം കൂടിയപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഉയരുകയല്ലേ ചെയ്തത്? പറയൂ. സ്നേഹബന്ധങ്ങൾ അന്ന് കുറേ എണ്ണം വീട്ടിലോട്ട് സ്നേഹം കൂടുതലാണ്. അടി ഇടി ബഹളമൊക്കെ ഉണ്ടെങ്കിലും സ്നേഹത്തിന് അത്രയൊരു തീവ്രത ഉണ്ടായിരുന്നു. ആണോ? ഒരുമിച്ചുള്ള നാമം ജവല്ലലും ഒക്കെ ഇതെന്തൊരു രസമായിരുന്നു. അത് ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് അങ്ങനെ തരികയാണെങ്കിൽ
ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് വീട് വേണമെന്ന് പറയോ പഴയത് വേണമെന്ന് പറയും നിങ്ങൾ? ഞാൻ പഴയത് ഓപ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതാണ് രസം, അതാണ് ജീവിതം. അവിടെ ജീവിതമുണ്ട്. ഇന്ന് ഷോ ആയി മാറി. ഇന്നെല്ലാം ഒരു ആണോ അല്ലയോ? കംപ്ലീറ്റ് ഷോ ആണ്. നമുക്കറിയില്ല ആത്മാർത്ഥം എന്ന്. നോക്കൂ, നിങ്ങൾ എത്ര പ്രേമിച്ച് എത്ര ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് ഓരോ കല്യാണങ്ങൾ നടക്കുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും പോയതിനേക്കാളും സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. അറ്റ്ലീസ്റ്റ് അല്ല, ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ, എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതല്ല, ഓവർ റിയാക്ഷനാണത്. ഈക്വൽ റിയാക്ഷൻ അല്ല, ഓവർ റിയാക്ഷനിലാണ് പോകുന്നത്. ആക്ഷനേക്കാളും ഓവർ ആണോ അല്ലയോ? പറയും നിങ്ങൾ. അപ്പോൾ എവിടെയാണ് മനുഷ്യൻ ഇമ്പ്രൂവ് ചെയ്തത്? അപ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഇഫ് മൈൻഡ് ഈസ് ഇംപ്രൂവ്ഡ്, ലൈഫ് ഈസ് ഇംപ്രൂവ്ഡ്. ഇഫ് മൈൻഡ് ഈസ് ഡിവൈൻ, ലൈഫ് ഈസ് ഡിവൈൻ. ഇഫ് മൈൻഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്, ദ ലൈഫ് ഈസ് ദ ഹാപ്പിയസ്റ്റ്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ചില ട്രെയിനിങ്, പരിശീലനം നമുക്ക് ആവശ്യമാണ്. ഇതാണ് ഋഷഭദേവൻ പറഞ്ഞു കൊടുക്കുന്നത്.